അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ത്യൻ മുസ്ലിം പേഴ്സണൽ ലോ എന്നുള്ള വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. നൂറ്റാണ്ടുകളോളം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ ഭരിച്ച ചരിത്രം നമുക്കറിയാം. 711-12 കാലങ്ങളിൽ ഏകദേശം 2 വർഷക്കാലോളം മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ ഒരു ഭരണം ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഗസ്നവി അറ്റാക്കുകൾക്ക് ശേഷം ഡൽഹി സൽത്തനത്തുകളുടെ ചരിത്രം, അതുപോലെ തന്നെ മുഗൾ ഡൈനാസ്റ്റിയുടെ ചരിത്രം, സൗത്ത് ഇന്ത്യൻ ബംഗാളി കേന്ദ്രീകരിച്ചിട്ടുള്ള വിവിധ മുസ്ലിം ഡൈനാസ്റ്റികളെല്ലാവരും വിവിധ കാലഘട്ടങ്ങളിൽ മധ്യകാലഘട്ടം തുടങ്ങി ആധുനിക കാലഘട്ടത്തിൻ്റെ വരെ വിവിധ കാലങ്ങളിലായി മുസ്ലിങ്ങൾ ഭരിച്ച ഒരു ചരിത്രം ഇന്ത്യക്കുണ്ട്. ഈ കാലഘട്ടങ്ങളിലെല്ലാം മുസ്ലിം ഭരണാധികാരികൾ, ഡൽഹി സൽത്തനത്തിൻ്റെ തുടങ്ങി വിവിധ മുസ്ലിം ഭരണാധികാരികളെല്ലാം ശരീഅത്തിനെ അടിസ്ഥാനമാക്കി അവരുടെ ഭരണനിർവഹണ മേഖലകളിൽ ഒരു ഭരണം നടത്തുവാനുള്ള ശ്രമം നടത്തിയതായി നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കുവാൻ കഴിയും. പക്ഷേ ആധുനിക കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പോലുള്ള ഒരു കോഡിഫിക്കേഷൻ, നിയമങ്ങളുടെ ഒരു കോഡിഫിക്കേഷൻ എന്ന നിലയിൽ ആ രീതിയിലായിരുന്നില്ല അക്കാലഘട്ടത്തിലെ ഭരണങ്ങളെല്ലാം. അത് അവരവരുടെ കാലഘട്ടത്തിലെ ഷെയ്ഖുൽ ഇസ്ലാം, അതുപോലെ തന്നെ മുഫ്തികളെ ഉപയോഗിച്ചുകൊണ്ട്, ഖാദി ഖുദാത്ത് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സാഹചര്യങ്ങൾക്ക് അനുവദനീയമായ ആവശ്യമായ രീതിയിലുള്ള ഫത്വകൾ ഉണ്ടാക്കുകയും അത് ഭരണാധികാരത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഫർമാൻ എന്ന നിലയിൽ, റോയൽ ഡിക്രി എന്ന നിലയിൽ പൊതുജനങ്ങളിലേക്ക് അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളൊരു സംവിധാനമാണ് പ്രത്യേകിച്ച് ഡൽഹി സൽത്തനത്തുകളുടെയും അതിനു മുമ്പുള്ളയും പിൻപുള്ളയും മുസ്ലിം ഭരണാധികാരികൾ പ്രധാനമായും ചെയ്തത്. ഇവിടെ ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭരണ സംവിധാനം എന്ന നിലയിലാണ് അക്കാലഘട്ടത്തിലെല്ലാം മുസ്ലിം ഭരണാധികാരികൾ നിയമത്തെ, ശരീഅത്തിനെ ഉപയോഗിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വാഭാവികമായും ഈ ഭരിക്കുന്ന കാലഘട്ടത്തിലെല്ലാം മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കീഴിലുള്ള മുസ്ലിങ്ങൾക്ക് മേലുള്ള ഒരു ഭരണ സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള നിയമ വാഴ്ചയാണ് അവരന്ന് ശരീഅത്തിന് ഉപയോഗിച്ചത്. നോൺ മുസ്ലിമുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിലൊക്കെയും പ്രധാനപ്പെട്ട ചർച്ച ജിസിയയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അതല്ലാത്ത ബാക്കിയുള്ള പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം അവിടുത്തെ നാടൻ നിയമ രീതി തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ മേൽ നിയമം നടപ്പിലാക്കുക എന്നുള്ള സംവിധാനമാണ് ഉപയോഗിച്ചത്. ഈ ഒരു ചരിത്രം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇന്ത്യയിലെ മുസ്ലിം പേഴ്സണൽ ലോ എന്ന സംവിധാനം രൂപപ്പെടുന്നത് തന്നെ അത് ഇവിടുത്തെ മുസ്ലിം ഭരണാധികാരികൾ ഒരു ഇൻക്ലൂസീവായ, ഒരു പ്ലൂറലിസ്റ്റിക്കായ നിയമവാഴ്ച നടപ്പിലാക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലവും എന്നൊരു ചരിത്രവും കൂടി അതിൻ്റെ പുറകിലുണ്ട് എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് മുസ്ലിം ഡൽഹി സൽത്തനത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം നിരവധി കാലഘട്ടങ്ങൾക്ക് ശേഷം, പ്രത്യേകിച്ച് മുഗൾ ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് ഒരു മുസ്ലിം ഭരണാധികാരം അതൊരു ശരീഅത്തിനെ കൂടുതൽ ഒരു കോഡിഫിക്കേഷൻ എന്നുള്ള തരത്തിലേക്ക് ഈ ചർച്ചകൾ കൊണ്ടുപോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതൊരു പക്ഷേ ഇസ്ലാമിക നിയമവലികളെ അത് കോർത്തിണക്കുന്നതിലും, അതുപോലെ തന്നെ ഇന്ത്യൻ പേഴ്സണൽ ലോ എന്ന ആശയത്തിന് ഒരു പ്രമാദമായ തെളിവായി മാറുന്നതും പ്രത്യേകിച്ചത് മുഗൾ ഡൈനാസ്റ്റിയുടെ, മുഗൾ രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ അതിന് പ്രാധാന്യമായ ഒരു ചരിത്ര നിമിഷമായി മാറുന്നത് അത് ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഫത്താവ ആലംഗീരി എന്നുള്ള ഫത്വകളുടെ ഒരു കളക്ഷനിലേക്കാണ് ചരിത്രം നമ്മളെ കൊണ്ടുപോകുന്നത്. മുഹമ്മദ് മുഹ്യുദ്ദീൻ ഔറംഗസേബ് ആലംഗീർ എന്നറിയപ്പെടുന്ന അദ്ദേഹം ക്ഷണിച്ചു വരുത്തിയ ഏകദേശം 500ഓളം പണ്ഡിതന്മാരെ, അത് 500ഓളം പണ്ഡിതന്മാർ എന്ന് പറയുന്നത് അറബ് ഭാഗത്തു നിന്നും, ഹിജാസിൽ നിന്നും, ഇറാഖിൽ നിന്നും, വിവിധ ഭാഗത്തു നിന്നും പണ്ഡിതന്മാരെ കൊണ്ടുവരികയും ഇന്ത്യൻ പണ്ഡിതന്മാരോടൊപ്പം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒരു സാമൂഹിക, രാഷ്ട്രീയ, മതപരമായ സാഹചര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ഫത്വകളുടെ കളക്ഷൻ രൂപപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആ ഒരു ഇദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഏകദേശം 1 വർഷക്കാലം എടുത്തുകൊണ്ട് ആ പണ്ഡിതന്മാർ, ഷാവുലിദ ദഹ്ലവിയുടെ പിതാവ് ഷെയ്ഖ് അബ്ദുറഹീം അടക്കമുള്ള നിരവധി പ്രഗത്ഭരായ പണ്ഡിതന്മാർ
ഇന്ത്യയിൽ നിന്നും ഈ ഫത്താവ ആലംഗീരിയുടെ കളക്ഷനിൽ അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. നിരവധി വിഷയങ്ങളാണ് ഫത്താവ ആലംഗീരിയിൽ ഔറംഗസേബ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഫത്താവ ആലംഗീരി എന്നുള്ള പദം തന്നെ ആലംഗീർ എന്ന് പറയുന്ന ഔറംഗസേബിൻ്റെ നിക്നെയിമിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ്. കാരണം നമുക്കറിയാം മധ്യകാലഘട്ടത്തിലെ പണ്ഡിതന്മാരെല്ലാം അവരുടെ രചനകൾ അവിടുത്തെ ഭരണകർത്താക്കളുടെ പേര് ഡെഡിക്കേറ്റ് ചെയ്യുന്നതായി കാണാം. അതുകൊണ്ട് തന്നെയാണ് അതിന് ഔറംഗസേബ് തന്നെ നിയോഗിച്ച സംഘം ചെയ്തതുകൊണ്ട് അതിന് ഫത്താവ ആലംഗീരി എന്നുള്ള പേരിൽ അത് അറിയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇത് ആധുനിക ഇന്ത്യൻ പേഴ്സണൽ ലോയുടെ അടിസ്ഥാനമായി മാറുവാനും അതുപോലെ തന്നെ അതുവരെ ഒരു ഇല്ലാതിരുന്ന സ്കാറ്റേഡായി കിടന്നിരുന്ന ഒരു നിയമവ്യവസ്ഥയെ കൂടുതലൊരു സെൻട്രലൈസ്ഡ് ആയ ഒരു നിയമവ്യവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനും ഇതിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഫത്താവ ആലംഗീരിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഫത്താവ ആലംഗീരിയിലും വ്യക്തിഗത കുടുംബ വിഷയങ്ങൾ, അവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ മുസ്ലിങ്ങളുടെ ഇടപാടുകൾ, അതുപോലെ തന്നെ അന്ന് ഉണ്ടായിരുന്ന യുദ്ധത്തിന് അനന്തരം കിട്ടുന്ന ഗനീമത്ത് ബൂട്ടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അടിമ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, നോൺ മുസ്ലിം ട്രാൻസാക്ഷനും എക്സ്ചേഞ്ചിനുമായി അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഖറാജ് ജിസിയ പോലുള്ള റവന്യൂ ടാക്സ് സംവിധാനത്തെക്കുറിച്ചുള്ള ടാക്സേഷനുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ, അതുപോലെ തന്നെ ഈ ട്രേഡ്, മാർക്കറ്റ്, അങ്ങനെ എക്കണോമിക്കലായ വിവിധ തരത്തിലുള്ള എക്സ്ചേഞ്ചുകളെയും ട്രാൻസാക്ഷനെയും കുറിച്ചുള്ള ചർച്ചകളും നമുക്ക് ഈ ഫത്താവ ആലംഗീരിയിൽ കാണുവാൻ കഴിയും. ഇത് ചരിത്രകാരന്മാർ പറയുന്നത് ഫത്താവ ആലംഗീരി നിയമപരമായ സാമൂഹ്യ രാഷ്ട്രീയപരമായ ഒരു അധികാര വ്യവസ്ഥയ്ക്ക് ഒരു സെൻട്രലൈസ്ഡായ പൊസിഷൻ ഒരുക്കുന്നു എന്നതിൻ്റെ അപ്പുറം ബംഗാൾ പോലുള്ള റീജിയനുകളിൽ ഇതിൻ്റെ ഒരു നടപ്പിലാക്കുന്നതിലൂടെ ഒരു എക്കണോമിക് വളർച്ച, ഒരു വ്യാവസായികവൽക്കരണം എന്നൊക്കെ തരത്തിലേക്കുള്ള ചില ഉന്നതികൾ പോലും എത്തിച്ചേരുവാൻ ഇതിന് കഴിഞ്ഞു എന്നുള്ളതൊരു പ്രധാന പോയിൻ്റായി പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ എണ്ണുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതുവരെ മുസ്ലിം സമൂഹം ഇവിടെ ഭരിച്ചിരുന്നുവെങ്കിലും അതിനൊരു പ്രത്യേക കോഡിഫിക്കേഷൻ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിന് ഒരു ലീഗൽ സിസ്റ്റം ഒരുക്കുവാൻ ഫത്താവ ആലംഗീരിയിലൂടെ കഴിയുകയും മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതികൾക്ക് പ്രത്യേക നിയമ സംവിധാനത്തിൻ്റെ ഒരു കോഡിഫിക്കേഷൻ രൂപപ്പെടുവാനും ഇത് കഴിഞ്ഞു എന്നുള്ളതാണ് പണ്ഡിതന്മാർ ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റായി മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ഫത്താവ ആലംഗീരിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിൽ ഒരു ഹനഫി മദ്ഹബിൻ്റെ ഒരു അപ്രമാദിത്വം വ്യക്തമാണ് എന്നുള്ളതാണ്. അറബ് ഭാഗത്തും ഹിജാസ്, ഇറാഖ് ഭാഗത്തു നിന്നുള്ള പണ്ഡിതന്മാർ ഇതിൽ പങ്കുകൊണ്ടുണ്ടെങ്കിൽ പോലും ഒരു ഹനഫി മദ്ഹബിൻ്റെ ഒരു അപ്രമാദിത്വം ഉള്ളതുകൊണ്ടും ഇന്ത്യയിൽ ഷിഈ മുസ്ലിം കമ്മ്യൂണിറ്റി നല്ലൊരു തോതിൽ ഉള്ളതുകൊണ്ടും അവരോടൊരു ഷിഈ കാഴ്ചപ്പാടിൻ്റെ നേരെ എതിര് നിൽക്കുന്ന ഒരു പൊസിഷനാണ് സുന്നി എന്നതുകൊണ്ടും അതിൽ ഹനഫി മദ്ഹബാണ് അത് സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഷിഈ റിലീജിയസ് പെർസ്പെക്റ്റീവിൽ ഇത് ഇവിടെ ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും അതുപോലെ തന്നെ ഫത്താവ ആലംഗീരിയുടെ വിഷയത്തിലും ഇടഞ്ഞു നിൽക്കുന്നതായി കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഷിഈ മുസ്ലിങ്ങൾ ഫത്താവ ആലംഗീരിയെ വളരെ ക്രിട്ടിക്കലായിട്ടാണ് സമീപിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ ഒരു ഫത്താവ ആലംഗീരിയുടെ ചരിത്രത്തിന് ശേഷം സ്വാഭാവികമായും 1857 ഒന്നാമത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഉണ്ടാവുകയും അതിൽ മുസ്ലിങ്ങളുടെ അധികാരം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ പിന്നീട് സംഭവിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയിലേക്ക്, ബ്രിട്ടീഷുകാരുടെ അധികാരത്തിലേക്ക് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് മാറുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ആ ഒരു കാലഘട്ടത്തിൽ ഫത്താവ ആലംഗീരിയുടെ പ്രാധാന്യം നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും മുസ്ലിം പണ്ഡിത വിഭാഗത്തിൻ്റെ അധികാരവും അവിടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതിലെ ഒരു രാഷ്ട്രീയാധികാരം ബ്രിട്ടീഷുകാരിലേക്ക് മാറുന്നത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിം പേഴ്സണൽ ലോവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാറുവാൻ ഇതിന് പ്രധാനപ്പെട്ട കാരണമാകുന്നുണ്ട്. അതായത് അധികാര വ്യവസ്ഥയുടെ മാറ്റം, ഒരു മുസ്ലിം ഭരണ നിർവഹണത്തിലുള്ള അതിൻ്റെയും അതുപോലെ ശരീഅത്തിൻ്റെ ഒരു അപ്രമാദത്തിൻ്റെയും ഒരു മാറ്റം ഈ ഒരു അധികാര കൈമാറ്റത്തിലൂടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇതിനൊരു തുടർച്ച ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയിലെ മുസ്ലിം പേഴ്സണൽ ലോ രൂപപ്പെടുന്നതിന് ഫത്താവ ആലംഗീരിക്ക് ശേഷം പിന്നീട് 1866 ബ്രിട്ടീഷുകാർ തന്നെ രൂപപ്പെടുത്തിയ ജുഡീഷ്യൽ കമ്മിറ്റി അവരുടെ ചർച്ചകളിൽ പ്രധാനമായും ഒരുമിച്ചിരുന്നത്
അതിനു മുമ്പ് വരെ ഫത്തവ ആലംഗീരി ഉണ്ടായിരുന്നെങ്കിൽ പോലും, അല്ലെങ്കിൽ ബാക്കിയുള്ള ശരീഅത്തിനെ കുറിച്ചുള്ള ചർച്ച ഉണ്ടായെങ്കിൽ പോലും, ലോക്കൽ കസ്റ്റമറി ലോ അതിനൊരു പ്രാധാന്യം നൽകുന്ന ഒരു സംവിധാനമായിരുന്നു ബ്രിട്ടീഷുകാർ അവരുടെ അധികാരക്രമത്തിൽ രൂപീകരിച്ചിരുന്നത്. പക്ഷേ അതിന് പകരം ശരീഅത്തിന് മുന്നിൽ വെക്കുന്ന ഒരു ചർച്ച, അതായത് ശരീഅത്തിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം പേഴ്സണൽ ലോയെ രൂപപ്പെടുത്താമെന്നുള്ള ചർച്ച 1866 ഈ ബ്രിട്ടീഷുകാരുടെ അത് ഒരു ജൂറിസ്പ്രുഡൻസിലെ അല്ലെങ്കിൽ അവരുടെ ഹയർ അതോറിറ്റി ആയിരുന്ന ജുഡീഷ്യൽ കമ്മിറ്റി അന്ന് തീരുമാനിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം തന്നെ 1882 കൊൽക്കത്തയിലും പിന്നീട് 1900 അലഹബാദിലും നടന്ന ഈ ബ്രിട്ടീഷുകാരുടെ തന്നെ ഹയർ ജുഡീഷ്യൽ കമ്മിറ്റികളുടെ തീരുമാനപ്രകാരം ശരീഅത്തിനെ കൂടുതൽ മുന്നിൽ വെക്കുകയും അവിടുത്തെ ഒരു ലോക്കൽ കസ്റ്റമറി ലോസ്, അതായത് ലോക്കൽ കസ്റ്റമറി ലോസ് എന്ന് പറയുമ്പോൾ റീജിയണലായി മുസ്ലിങ്ങൾ കൊണ്ട് നടന്ന ചില മുസ്ലിം വിശ്വാസങ്ങളും നിയമരീതികളുടെയും ഒരു സംവിധാനമായിരുന്നു ലോക്കൽ കസ്റ്റമറി ലോസ് എന്ന് പറയുന്നത്. അതിന് മുകളിൽ ശരീഅത്തിന് ഒരു അപ്രമാദിത്വം കൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ എന്നാൽ പോലും 1913 കാലഘട്ടത്തിലെല്ലാം ശരീഅത്തിൻ്റെ നിയമനിർമ്മാണം, ആ നിയമത്തിന് മുകളിൽ ഈ ലോക്കൽ കസ്റ്റമറി ലോസിന് നിയമങ്ങൾക്ക് അതിൻ്റേതായ ഒരു മേജർ പാർട്ട് ഈ ബ്രിട്ടീഷുകാരുടെ ഭരണ നടത്തിപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. പക്ഷേ ഇതിനെതിരെ ഈ ലോക്കൽ കസ്റ്റമറി ലോ എന്ന ആ ഒരു ഒരു സഞ്ചയത്തിനെതിരെ മുസ്ലിങ്ങൾക്കിടയിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ശക്തമായൊരു പ്രതിഷേധമുണ്ടാവുകയും അതിന് പ്രധാനപ്പെട്ട കാരണം ഒരുപാട് അനീതി ലോക്കൽ കസ്റ്റമറി ലോയിലുണ്ട്. പലപ്പോഴും നമുക്കറിയാം മുസ്ലിം സൊസൈറ്റി ഭൂരിപക്ഷമായിരിക്കുന്ന പല ഭാഗങ്ങളിലും ഒരു മേൽ ഹയറാർക്കി ആയ ഒരു സ്വഭാവമാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവകാശങ്ങളുടെ കാര്യങ്ങളിൽ, അതിലും വിശിഷ്യ അനന്തരാവകാശം പോലുള്ള കാര്യങ്ങളിൽ അത്രത്തോളം സൂക്ഷ്മത ഈ ലോക്കൽ കസ്റ്റമറി ലോയിൽ നമുക്ക് കാണുവാൻ കഴിയില്ല. അത് മുസ്ലിങ്ങളുടെ മാത്രമായിരുന്നില്ല, ഇന്ത്യയിലുള്ള ഹിന്ദുക്കളുടെയും ക്രിസ്ത്യൻസിനെയും അടക്കമുള്ള വിവിധ വിഭാഗങ്ങളിലെയും സ്ത്രീകൾക്ക് ഈ ലോക്കൽ കസ്റ്റമറി ലോയിലെ നിയമങ്ങളുടെ ഒരുപാട് അനീതി നേരിട്ടിരുന്നു എന്നുള്ളതും കൂടി ശരിയാണ്, ചരിത്രപരമായ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ 1930കളിൽ ഇന്ത്യയിലെ ഒരു ആധുനിക മുസ്ലിം പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നു. പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകൾ ജിന്നയുടെ നേതൃത്വത്തിൽ ഈ ലോക്കൽ കസ്റ്റമറി ലോയ്ക്കെതിരെ ശക്തമായ ഒരു പ്രൊട്ടസ്റ്റ് രൂപപ്പെടുത്തുന്നുണ്ട്. അവർ ആ ഒരു കാലഘട്ടത്തിലാണ് ശരീഅത്ത് നിയമങ്ങളുടെ ഒരു കോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ജിന്ന അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാർ മുന്നോട്ട് വെക്കുന്നു. സ്വാഭാവികമായും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് പൊളിറ്റിക്കലി ഓറിയൻറ്റേഷൻ അതിനുണ്ടെങ്കിൽ പോലും പിന്നീട് ഒരു ശരീഅത്തിൻ്റെ ഒരു കോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഈ ഒരു വിവാദം അവരുണ്ടാക്കിയെടുത്ത ക്യാമ്പയിൻ വളരെ വിജയകരമായി മാറി എന്നുള്ളതും കൂടി ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ്. 1930 ലീഗ് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കുകയും അങ്ങനെ ആ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായി തന്നെ മുസ്ലിങ്ങളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ അനന്തരാവകാശ നിയമങ്ങളും ബാക്കിയുള്ള അവകാശങ്ങളുടെ മേലും ശരീഅത്താണ് കൂടുതൽ പ്രയോജനപ്പെടുന്നതും ഉപകാരമുള്ളതും നീതി ഉറപ്പുവരുത്താൻ നൽകുന്നതും എന്ന തരത്തിലുള്ള ക്യാമ്പയിനാണ് മുസ്ലിം ലീഗ് ഈ ഒരു കാലഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയാണ് 1937 ശരീഅത്ത് ആക്ട് എന്ന രീതിയിൽ ബ്രിട്ടീഷുകാർ ഈ ഒരു വാദം അംഗീകരിക്കുകയും അത് അവർ പാസ്സാക്കുകയും ചെയ്യുന്നത്. അതോടുകൂടി ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് അനന്തരാവകാശപരമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ എഴുതുന്നതും മറ്റു പല മേഖലകളിലെ അവകാശം ഉറപ്പുവരുത്തുവാനുള്ള ഒരു കാര്യമായി 1937 ശരീഅത്ത് ആക്ട് മാറുന്നതായി കാണുവാൻ കഴിയും. അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ വിക്ടറിയും കൂടിയായിരുന്നു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. അതുപോലെ തന്നെ 1939 ഒരു ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് എന്ന് പറയുന്ന മറ്റൊരു ചർച്ചയും കൂടി, ഒരു ഹിസ്റ്റോറിക്കൽ മൊമെൻറ്റും കൂടി ഈ മുസ്ലിം പേഴ്സണൽ ലോയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് എന്ന് പറയുന്ന അതിലുണ്ടാവുന്നത് മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരെ ഡൈവോഴ്സ് ചെയ്യുവാനുള്ള അവകാശം നൽകുന്ന ഒരു നിയമരീതിയായിരുന്നു 1939 നടന്ന ഈ ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് എന്ന് പറയുന്നത്.
അത് ഖുൽഉ വഴിയും ഫസ്ഖ് വഴിയുമുള്ള ഇസ്ലാം തന്നെ അംഗീകരിക്കുന്ന നിയമ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ഭർത്താക്കന്മാരെ ഡൈവേഴ്സ് ചെയ്യുന്ന ഒരു ചർച്ചയിലേക്കാണ് ഈ വിഷയം പിന്നീട് കൊണ്ടുപോകുന്നത്. ഇത് നമുക്കറിയാം, പിന്നീട് ഇന്ത്യയിൽ തന്നെ 1947 വിജയങ്ങൾക്ക് ശേഷം, അതായത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഉണ്ടാവുക, ബ്രിട്ടീഷുകാരുടെ ആധിപത്യം അവസാനിക്കുക, അതിനുശേഷം പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും ഈ ഒരു മുസ്ലിം പേഴ്സണൽ ലോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാവുന്നില്ല എന്നതും കൂടി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ആ മുസ്ലിം പേഴ്സണൽ ലോയിലെ മറ്റൊരു ഡയമെൻഷനായിട്ടുണ്ടാകുന്നത് വഖഫുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് ചില കാര്യങ്ങൾ ഇത് പ്രധാനമായും പൊങ്ങി വരുന്നത്. 1913 വഖഫ് ആക്ട് അവർ പ്രഖ്യാപിക്കുന്നുണ്ട്. അതുപോലെ മുസൽമാൻ വഖഫ് ആക്ട് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 1954 ഇതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിനിടയിൽ മറ്റൊരു വഖഫ് ആക്ട് എന്ന് പറയുന്ന രീതി ഉണ്ടാവുന്നുണ്ട്. 1913 മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് എന്ന് പറയുന്ന ആക്ടിൽ അവർ പ്രധാനമായും മുന്നോട്ട് വെച്ചത് ദ പെർമനൻറ്റ് ഡെഡിക്കേഷൻ ബൈ എ പേഴ്സൺ പ്രൊഫസിംഗ് ദ മുസൽമാൻ ഫെയ്ത്ത് ഓഫ് എനി പ്രോപ്പർട്ടി ഫോർ എനി പർപ്പസ് റെക്കഗ്നൈസ്ഡ് ബൈ മുസൽമാൻ ലാസ് റിലീജിയൻ പയസ് ആൻഡ് ചാരിറ്റബിൾ. അതായത് അതിൻ്റെ ഒരു വിശദീകരണം എന്ന നിലയിലാണ് പറയുന്നത്, മുസ്ലിങ്ങൾ അവരുടെ റിലീജിയസ് ആയ പയസായ ഭക്തിപൂർവ്വമുള്ള ചാരിറ്റബിളായ ഒരാവശ്യത്തോടു കൂടി ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെ വിശദീകരിക്കുന്ന എന്ന രീതിയിലാണ് ഡെഫിനിഷൻ എന്ന നിലയിൽ പറയുന്നത്. അതുപോലെ തന്നെ 1954 വഖഫ് ആക്ടിലും ഇവിടെ വഖഫ് എന്നാണെന്ന് വിശദീകരിക്കുന്നുണ്ട്. വഖഫ് മീൻസ് ദ പെർമനൻറ്റ് ഡെഡിക്കേഷൻ ബൈ എ പേഴ്സൺ പ്രൊഫസിങ് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ഒരു പെർമനൻ്റ് ആയ ഡെഡിക്കേഷനാണ് വഖഫ്. എന്നിട്ട് അത് തുടർന്ന് പറയുന്നത് ഓഫ് എനി മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഫോർ എനി പർപ്പസ് റെക്കഗ്നൈസ്ഡ് ബൈ മുസ്ലിം ലാസ് റിലീജിയസ് പയസ് ആൻഡ് ചാരിറ്റബിൾ. നേരത്തെ വിശദീകരിച്ചതുപോലെ തന്നെ മതപരമായ ഭക്തിപൂർവ്വമുള്ള ചാരിറ്റി ഉദ്ദേശിച്ചു കൊണ്ടിട്ടുള്ള ആ ഒരു ആക്ഷൻ, മുസ്ലിങ്ങളുടെ നിയമപരമായ ഒരു ആക്ഷനെയാണ് ഈ വഖഫ് എന്ന രീതിയിലും വിശദീകരിക്കുന്നത്. അങ്ങനെ 1913 54 ഒരു നിയമം ഈ മുസ്ലിം പേഴ്സണൽ ലോവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഉണ്ടാവുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഒരുപക്ഷെ കൂടുതൽ വിവാദപരമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് അത് 1978 ഷാബാനു കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. നമുക്കറിയാം 1978 ഷാബാനു കേസിൽ അത് ഇദ്ദത്തുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലാണ്. ഷാബാനു എന്ന് പറയുന്ന സ്ത്രീയെ ഭർത്താവ് ഡൈവേഴ്സ് ചെയ്യുകയും അവർക്ക് പിന്നീട് ഇദ്ദ കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ള അവരുടെ ഒരു മെയിൻ്റെനൻസിന് ആവശ്യമായ ഒരു ക്യാഷ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലാണ്. അത് സുപ്രീം കോടതി അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവസാനം വരെ റീമാരി ചെയ്യുന്നത് വരെ കൊടുക്കണമെന്ന് പറയുന്ന ഒരു നിയമമായിരുന്നു അവരുണ്ടാക്കിയിരുന്നെങ്കിൽ പോലും പിന്നീട് 1986 കോൺഗ്രസ് ഭൂരിപക്ഷമായി മാറുകയും കോൺഗ്രസ് അത് പാർലമെൻറ്റിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇസ്ലാമിക നിയമപ്രകാരം ഇദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദത്ത് വരെയുള്ള കാലത്തിന് ശേഷം പിന്നെ കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടാണ് ഇത് വെച്ചത്. പിന്നീട് എന്നാൽ പോലും തൊട്ടടുത്തുള്ള തീരുമാനത്തിനിടയിൽ സുപ്രീം കോർട്ട് അത് നള്ളിഫൈ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഒരു മാറ്റം ഷാബാനു കേസ് ഇന്ത്യയിൽ ഉണ്ടാവുകയും ആ ഷാബാനു കേസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ത്യയിലെ മുസ്ലിം സംഘടനകൾക്കിടയിൽ വലിയ വിവാദപരമായ ആക്ഷൻസിനും പ്രൊട്ടസ്റ്റിനും ക്യാമ്പയിനും കാരണമാവുകയും കേരളത്തിലടക്കം ശരിയ സംരക്ഷണം എന്ന രീതിയിലുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്കും കേരളത്തിലെ ഇടതുപക്ഷ സെക്യുലർ വിഭാഗങ്ങൾക്കെതിരെയുള്ള ശക്തമായൊരു പോരാട്ടത്തിനും ഒരു ശരീഅത്ത് സംരക്ഷണം എന്ന രീതിയിലുള്ള പോരാട്ടത്തിനും പ്രധാനപ്പെട്ട ഒരു കാരണമായി ഷാബാനു കേസ് മാറുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് ഈ ഒരു തരത്തിൽ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ, ഇതിൻ്റെ ഒരു അമെൻമെൻറ്റ്സ് പിന്നീട് വിവിധ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതിൽ പ്രധാനമായും വരുന്നത് 2017 തന്നെ ട്രിപ്പിൾ തൊലാഖ്, മുത്തലാഖുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയിലാണ്. സുപ്രീം കോർട്ട് 2014 അത് നിയമം വരുത്തുകയും 2018 സെപ്റ്റംബർ 19 കൂടി അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു തീരുമാനമാണ് ഉണ്ടാവുന്നത്. കാരണം മുസ്ലിങ്ങൾക്കിടയിലുള്ള ട്രിപ്പിൾ തൊലാഖ്, മുത്തലാഖുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും മുസ്ലിം സംഘടനകൾ, ഇന്ത്യൻ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അടക്കമുള്ള ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അടക്കമുള്ള മുസ്ലിം സംഘടനകൾ ഒരു രാഷ്ട്രത്തിൻ്റെ മുസ്ലാമിക വിശ്വാസങ്ങൾക്ക് മേലുള്ള
അവരുടെ മുസ്ലിങ്ങളുടെ പേഴ്സണൽ മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള ശക്തമായ ഇടപെടൽ എന്ന രീതിയിലാണ് അതിനെ കണ്ടുകയും അതിനെതിരെ ശക്തമായി ഒരു പ്രൊട്ടസ്റ്റ് അവർ നടത്തിയതായി നമുക്ക് അറിയാം. അതേപോലെ തന്നെ ഒരേ സമയം തന്നെ ട്രിപ്പിൾ തലാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ സംഘടന അത് പാടില്ല എന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ തുടങ്ങുകയും അതേസമയം തന്നെ സുപ്രീം കോടതിയുടെ നിയമത്തിനെതിരെ ശക്തമായി അത് നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക മൂല്യങ്ങൾക്കും നിയമങ്ങൾക്കും എതിരാണ്, അല്ലെങ്കിൽ ഭരണഘടന തന്നെ അനുവദിക്കുന്ന പേഴ്സണൽ മാറ്റേഴ്സിലുള്ള ഇൻ്റർഫിയറൻസ് ആണ് എന്ന രീതിയിലുള്ള പ്രക്ഷോഭം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഇന്ത്യയുടെ ഒരു പ്രക്ഷോഭം എന്ന നിലയിൽ നടത്തുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതല്ലാതെ തന്നെ വ്യത്യസ്ത തലങ്ങളിൽ അമെൻമെൻറ്റ്സും ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവുന്നുണ്ട്. മുസ്ലിം പേഴ്സണൽ ലോ എന്നത് നമുക്കറിയാം ചരിത്രപരമായി പ്രധാനമായും അത് നിറഞ്ഞു നിൽക്കുന്നത് അത് ഒരു മുസ്ലിം ഭരണാധിപത്യം എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്ന ശരീഅത്തിൽ നിന്ന് മാറി അത് മുസ്ലിം പേഴ്സണൽ ലോ എന്നത് മുസ്ലിങ്ങളുടെ സ്വകാരിക ജീവിതത്തിൻ്റെ ഭാഗമായി മാത്രം മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണല്ലോ പിന്നീട് മുസ്ലിം അധികാരത്തിന് ശേഷം ഉണ്ടാവുന്നത്. അത് അവരുടെ വിവാഹം, അതുപോലെ തന്നെ ഡൈവോഴ്സ്, അഡോപ്ഷൻ, സക്സഷൻ, ചാരിറ്റി വർക്ക്സ് അടക്കമുള്ള വിഷയങ്ങളിലാണ് പിന്നീട് ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അല്ലെങ്കിൽ മുസ്ലിം പേഴ്സണൽ ലോ പ്രധാനമായും പിൽക്കാലത്ത് ഫോക്കസ് ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം പണ്ഡിതന്മാർ ഈ മേഖലകളിലുള്ള മുസ്ലിങ്ങൾക്ക് ഭരണഘടന തന്നെ അംഗീകരിച്ചു കൊടുത്ത അവകാശത്തിന് മേലുള്ള ഭരണകൂടത്തിൻ്റെ ഇടപെടൽ എന്ന രീതിയിലാണ് മുസ്ലിങ്ങൾ ഈ ഒരു ആക്ഷനെ കണ്ടത് എന്ന് നമുക്ക് അറിയുവാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ വിവിധ മേഖലകളിൽ മുസ്ലിം പേഴ്സണൽ ലോ വിഷയത്തിൽ അമെൻഡ്മെൻറ്റ്സ് ഉണ്ടാക്കുവാൻ ഇന്ത്യൻ ഭരണകൂടങ്ങളും അല്ലെങ്കിൽ കോർട്ടും തുനിഞ്ഞതായി നമുക്കറിയാം. അതിൽ പ്രധാനപ്പെട്ടതൊന്ന് നമുക്ക് എണ്ണേണ്ടത് 1918 ഷാബാനു കേസ് തന്നെയാണ്. അതല്ലാതെ തന്നെ 1917 ട്രിപ്പിൾ തൊലാഖ് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് കൊണ്ടിട്ടുള്ള രാഷ്ട്രീയമായ ഒരുപാട് ലക്ഷ്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ടായിരുന്നെന്ന് നമുക്കറിയാം. BJP ഭരണകൂടം 2017 ഈ മുത്തലാഖ് പോലുള്ള വിഷയങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ സ്ത്രീകൾ അനുഭവിക്കുന്ന ചർച്ചകളോ അല്ലെങ്കിൽ മുത്തലാഖുമായി ബന്ധപ്പെട്ട മുസ്ലിങ്ങളുടെ സമീപനമോ ഒന്നും തന്നെ പരിഗണിക്കാതെ വളരെ രാഷ്ട്രീയ ലക്ഷ്യം തന്നെ ഉദ്ദേശിച്ചു കൊണ്ടുള്ള അവരുടെ ഈ ക്യാമ്പയിൻ പോലും അത് അവരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണമായി മാറി എന്നുള്ളത് നമുക്കറിയാൻ കഴിയും. അത് തന്നെ രണ്ടാമത്തെ ഒരു ഉദാഹരണമാണ്. മറ്റൊന്നാണ് ഈ മാരേജ് ആക്ട്, അതിൻ്റെ ഏജുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ വിവാഹം കഴിക്കാനുള്ള ഏജുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പാർലമെൻറ്റിലും അതുപോലെ തന്നെ കോർട്ടിൻ്റെ മുന്നിലും കൊണ്ടുവന്നു. അതും 2021, 2022 കാലഘട്ടങ്ങളിലെ അമെൻമെൻറ്റ്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. 2018 കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ മുസ്ലിം സമൂഹത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അത് ദുരുപയോഗം ചെയ്യപ്പെട്ട ഒന്നാണ് നിക്കാഹുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ. അതിൽ ഹലാല നിക്കാഹ് എന്നറിയപ്പെടുന്ന ആ രീതി സ്വാഭാവികമായും ഇന്ത്യൻ മുസ്ലിം ചരിത്രത്തിൽ ഒരുപാട് അനീതികൾക്ക് കാരണമായ ഒരു നിയമരീതിയും കൂടിയാണ്, ഒരു കസ്റ്റം കൂടിയാണ് ഹലാല നിക്കാഹ് എന്ന് പറയുന്നത്. അതിനെ സ്വാഭാവികമായും രാഷ്ട്രീയ ലക്ഷ്യം തന്നെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പോളിഗമിയുമായി ബഹുഭാര്യത്വവുമായും കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് അതിനെതിരെ സുപ്രീം കോടതിനെ സമീപിക്കുന്ന ഒരു സാഹചര്യവും കൂടി നമുക്ക് 2018 കാലഘട്ടങ്ങളിൽ ഉണ്ടാവുന്നത് നമുക്കറിയാൻ കഴിയും. അതുപോലെ തന്നെ 2022 ഇക്കാലഘട്ടത്തിൽ ഹിജാബിനെതിരെയുള്ള കർണാടക അടക്കമുള്ള വിവിധ ഭാഗങ്ങളിൽ കോർട്ടുകൾ ഹിജാബുമായി ബന്ധപ്പെട്ട അവരുടെ വിധികൾ പോലും അതും ഈ മുസ്ലിം പേഴ്സണൽ ലോവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ഒരു മുസ്ലിങ്ങളുടെ സ്വകാര്യ ആശയ ആദർശ ജീവിത രീതി സംരക്ഷിക്കുക എന്നുള്ള ഭരണഘടന നൽകിയ അവകാശങ്ങൾക്ക് എതിരായി മാറുന്ന ഒരു സംഭവം കൂടിയാണ് ഹിജാബുമായി ബന്ധപ്പെട്ട സംഭവം എന്നുള്ളത്. അതുപോലെ തന്നെ ഇതല്ലാതെ തന്നെ മുസ്ലിങ്ങളുടെ ഈ പേഴ്സണൽ ലോ അംഗീകരിക്കുന്ന മറ്റ് ചില ഡയമെൻഷൻസാണ് പ്രോപ്പർട്ടിയുമായി പ്രത്യേകിച്ച് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനന്തരാവകാശ ബന്ധപ്പെട്ട വിഷയങ്ങൾ മുൻകാലത്ത് ലോക്കൽ കസ്റ്റമറി ലോ എന്ന സംവിധാനത്തെ ബ്രിട്ടീഷുകാർ തന്നെ അതെടുത്ത് മാറ്റുകയും
അതോടുകൂടി അത് മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെയും അടക്കമുള്ള പ്രവർത്തകരുടെ ശ്രമഫലമായി തന്നെ അത് മുസ്ലിം ലീഗ് മാത്രമല്ല മറ്റു പലരുമുണ്ടെങ്കിൽ പോലും ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് എന്ന നിലയിൽ മുസ്ലിം ലീഗ് 1937 അതുപോലെ തന്നെ 39 കാലങ്ങളിൽ നടന്ന ഒരു പ്രക്ഷോഭത്തിൻ്റെയും കൂടി ഫലവും കൂടിയാണ് ഈ ലോക്കൽ കസ്റ്റമറി ലോ എന്ന് മാറ്റുകയും സ്ത്രീകൾക്കും കൂടി അനന്തരാവകാശം കിട്ടാവുന്ന തരത്തിലേക്കുള്ള ഒരു മാറ്റം സംഭവിക്കുകയും ചെയ്യുന്നത്. അതിൽ ഈ ഫറായിദുമായി ബന്ധപ്പെട്ട അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിവാഹവുമായി തന്നെ ബന്ധപ്പെട്ട നിക്കാഹ് ഹിലാലയെക്കുറിച്ചും മുത്തലാഖിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ മഹറുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിശദീകരണം നമുക്ക് ഇന്ത്യൻ പേഴ്സണൽ ലോയിൽ കാണുവാൻ കഴിയും. മഹർ അത് കൊടുക്കുന്നതും അത് വിവിധ അതിൻ്റെ കൈകാര്യത്വത്തെക്കുറിച്ചുള്ള വിശദമായ വിശദീകരണങ്ങൾ നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഇന്ത്യൻ പേഴ്സണൽ ലോ ബോർഡിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഒരാളുടെ വസിയത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇന്ത്യൻ നിയമ രീതികൾ അനുസരിച്ച് കൊണ്ട് തന്നെ 1/3 ഒരാൾക്ക് വസിയത്ത് കൊടുക്കാൻ പറ്റുക എന്ന തരത്തിലേക്കുള്ള അതിൻ്റെ വിശദീകരണം കാണാം. അതുപോലെ തന്നെ ഒരാൾക്ക് ഗിഫ്റ്റായി തൻ്റെ പ്രോപ്പർട്ടിയും തൻ്റെ വെൽത്തും മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഇന്ത്യൻ പേഴ്സണൽ ലോ ബോർഡിൽ കൂടുതൽ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ നേരത്തെ വിശദീകരിച്ചതുപോലുള്ള പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് വഖഫ് ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച. വഖഫ് ആക്ട് 1913 പിന്നീട് 1954 ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഉണ്ടായെങ്കിൽ പോലും അതിൻ്റെ കൂടുതൽ വിശദീകരണം വഖഫ് ആക്ടിൻ്റെ ഭാഗത്ത് പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഇന്ത്യൻ ജൂറിസ്റ്റുകൾ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അതിൽ പ്രധാനമായും എടുത്തു പറയുന്ന 3 കാര്യം വഖഫ് എന്നത് എന്താണ്. ഒന്ന്, ഒരിക്കലും ആർക്കും മാറ്റാനൊക്കാത്ത സ്ഥിരമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്, വേറൊരാൾക്കും അന്യാധീനപ്പെടുത്തുവാൻ കഴിയുകയില്ല. മൂന്നാമത്, അത് പെർപെച്വിറ്റിയാണ്, അതിൻ്റെ ഒരു നിത്യതയാണ്, എന്നും അതേപോലെ നിലനിൽക്കുന്നതാണ്. ഈ 3 കാര്യങ്ങൾ ആണ് വഖഫിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടിയാധാരമായി മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഇന്ത്യൻ പേഴ്സണൽ ലോ ബോർഡിൽ സ്വാഭാവികമായും ഫത്താവ ആലംഗിരിയിൽ വിശദീകരണം ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഹനഫി മദ്ഹബിൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് അതിൽ കൂടി നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടും ഈ ഇമാം അബു ഹനീഫ, അബു യൂസുഫ് പോലുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ഇതിൽ മുഴച്ചു നിൽക്കുന്നതായി കാണുവാൻ കഴിയും. ഇമാം അബു യൂസുഫ് ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വഖഫുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അദ്ദേഹം പറയുന്നത് വഖഫ് അത് അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലേക്കായി മാറിക്കഴിയുന്നു. രണ്ടാമത്, വഖഫ് ചെയ്തതിന് ശേഷം വഖഫ് ചെയ്ത ആളുടെ അവകാശം അതിൽ നിന്ന് ഇല്ലാതായി മാറുന്നു, തിരിച്ചെടുക്കുവാൻ കഴിയുകയില്ല. മൂന്നാമത്, വഖഫ് എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കുള്ള അവരുടെ വെൽഫെയറിനും അവരുടെ ക്ഷേമത്തിനും വേണ്ടി ഉപയോഗിക്കുന്നതായി മാറുന്നു എന്ന രീതിയിലാണ് വഖഫിനെ ഇമാം അബൂ യൂസുഫും വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ വഖഫ് ചെയ്യേണ്ട ആളുടെ ഒരു വിശദീകരണവും കൂടി അതിൽ കാണുവാൻ കഴിയും. വഖഫ് ചെയ്യുന്ന ആൾ മുസ്ലിം ആവണം. അതുപോലെ തന്നെ വഖഫ് ചെയ്യുന്ന ആൾക്ക് വളരെ കൃത്യമായ, വളരെ സ്ഥിരമായ ബോധം ഉള്ള ആളായിരിക്കണം. അതായത് അബോധാവസ്ഥയിൽ ചെയ്യേണ്ടതല്ല വഖഫ് എന്ന രീതിയിലാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ വഖഫ് ചെയ്യുന്ന ആൾ വ്യക്തമായ ബാലികായ, ബോധമുള്ള, അതിനുള്ള കാര്യപ്രാപ്തി എത്തിയ ആളായിരിക്കണം എന്ന രീതിയിലും പണ്ഡിതന്മാർ വഖഫുമായി ബന്ധപ്പെട്ട നിയമാവലികൾ വിശദീകരിക്കുന്ന ഭാഗത്ത് പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു തരത്തിലാണ് വഖഫിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക പേഴ്സണൽ ലോയെ ഇന്ത്യൻ ഭരണഘടന വിശദീകരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ ഫണ്ടമെൻ്റൽസ് വിശദീകരിക്കുന്ന ഭാഗത്ത് മുസ്ലിങ്ങൾക്ക് അവരുടെ മതപരമായ അവകാശം, ആശയങ്ങളുടെ സംരക്ഷണം, അതുപോലെ തന്നെ അവരുടെ ആവിഷ്കാര സംരക്ഷണം, അവരുടെ എല്ലാ നിയമ സംരക്ഷണവും, ജീവിത സംരക്ഷണവും, പ്രോപ്പർട്ടിയുടെ സംരക്ഷണവും, അങ്ങനെ വിവിധ മേഖലയിലുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുന്നതായി ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽസ് വിശദീകരിക്കുന്ന ഭാഗത്ത് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾ ഇന്ത്യൻ പേഴ്സണൽ ലോ എന്ന ആ ഒരു സംവിധാനം, അവസാനം അവശേഷിച്ച മുസ്ലിങ്ങളുടെ പേഴ്സണൽ മാറ്റർ മാത്രമായ വിവാഹം, അതുപോലെ തന്നെ വിവാഹ വിമോചനം, സക്സഷൻ, അഡോപ്ഷൻ,
ചാരിറ്റി വർക്ക്സ് അടക്കമുള്ള വിഷയങ്ങളിലേക്ക് പോലും ഒതുങ്ങിയെങ്കിൽ പോലും അതിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്ന സമീപനത്തിലാണ് ഇപ്പോൾ നിലവിൽ മുസ്ലിങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഓൾ ഇന്ത്യ പേഴ്സണൽ മുസ്ലിം ലോ ബോർഡുള്ള മജ്ലിസെ മുഷാവറ പോലുള്ള നിരവധി സംഘടനകൾ ഇന്ത്യൻ പേഴ്സണൽ ലോയുടെ സംരക്ഷണത്തിന് വേണ്ടി നിരവധി സമരങ്ങളിൽ ഏർപ്പെടുന്നത്. പക്ഷേ ഇതിനൊക്കെയും പ്രധാനമായ ഒരു വിഘാതമായി വരുന്നത് പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ്. അതിൽ പ്രധാനമായി വരുന്നത് മുസ്ലിങ്ങളുടെ ഈ ശരീഅത്തിൻ്റെ വിഷയത്തിലുള്ള വിവിധ ഡിഫറൻസുകൾ, ഒരു മത കാര്യങ്ങളിലുള്ള വിവിധ ഡിഫറൻസുകൾ ഇന്ത്യയിലെ ഭരണകൂടങ്ങൾ അവരുടെ പൊളിറ്റിക്കൽ യൂസേജിനായി ഉപയോഗപ്പെടുത്തുന്നു, പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിനായി അവരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. 17-ാം നൂറ്റാണ്ടിൽ കോഡിഫൈ ചെയ്യപ്പെട്ട മുസ്ലിം പേഴ്സണൽ ലോ അല്ലെങ്കിൽ ഫത്താവ ആലംഗീരിക്ക് ശേഷം അതിൻ്റെ ഒരു തരത്തിൽ മുസ്ലിങ്ങൾ സ്വതന്ത്രമായ ഒരു പരിഷ്കാരം ഭരണഘടനാപരമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ വ്യക്തിഗത മുസ്ലിം പേഴ്സണൽ ലോവുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ സമകാലിക രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചിട്ടുള്ള ഒരു വായന വേണ്ട രീതിയിൽ നടന്നിട്ടില്ല എന്നതും ഇതിൻ്റെ ഈ ഒരു മുസ്ലിം പേഴ്സണൽ ലോ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് യൂണിയൻ സിവിൽ കോഡ് എന്ന് പറയുന്ന ചർച്ച. അതായത് സെക്കുലർ ലിബറൽ ശക്തികളും ഇസ്ലാമിക വിരുദ്ധമായ ഇസ്ലാമോഫോബിക് സാഹചര്യത്തിലുണ്ടാവുന്ന വിവിധ പൊളിറ്റിക്കൽ പാർട്ടികളും വിഭാഗങ്ങളും എല്ലാം ഈ ഇന്ത്യയിൽ ഒരു ഏക സിവിൽ കോഡ് രൂപപ്പെടുത്തണം എന്ന് പറയുന്ന വർത്തമാനവും മുസ്ലിം പേഴ്സണൽ ലോ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചലഞ്ചും കൂടിയാണ് എന്നതും നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഒരു ചരിത്രം മുസ്ലിം സൽത്തനത്തിൻ്റെ ചരിത്രം മുതൽ തുടങ്ങി മുഗൾ ഡൈനാസ്റ്റിയുടെ കാലത്തിൽ പ്രത്യേകിച്ച് ഔറംഗസേബിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും അതിനുശേഷം വിവിധ കാലഘട്ടങ്ങളിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലൂടെയും ഉണ്ടാക്കിയ അമെൻമെൻറ്റ്സ്, അതിൻ്റെ കൂടെ 1947 ശേഷം പിന്നീട് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട അമെൻമെൻറ്റ്സും പിന്നീട് ഈ രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഗതിവിഗതികൾ അനുസരിച്ച് കൊണ്ട് ഷാബാനി കേസ് പോലുള്ള 1978 നടന്ന വിഷയങ്ങളും കോൺഗ്രസിൻ്റെ 1986 നടന്ന അമെൻമെൻറ്റ്സും പിന്നീട് BJP സർക്കാർ ഈ ഒരു കാലഘട്ടം നടന്ന ഹിജാബ് പോലുള്ള മുത്തലാഖ് പോലുള്ള വിവിധ വിഷയങ്ങളുടെ അവരുടെ അമെൻമെൻറ്റ്സും ഇന്ത്യൻ മുസ്ലിം പേഴ്സണൽ ലോ എന്ന വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റുകയും അതുപോലെ തന്നെ കൂടുതൽ അതൊരു വിവാദ വിഷയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ അവർക്കിടയിലുള്ള രാഷ്ട്രീയ മതപരമായ ഐക്യം, ഒരു വിഷയത്തിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, നിയമപരമായി തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, വിവിധ മദ്ഹബുകളുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെല്ലാം മുസ്ലിം പേഴ്സണൽ ലോയുടെ ശരിയായ ഒരു നടപ്പിൽ വരുത്തുന്നതിലും ഇതിന് പ്രധാനപ്പെട്ട കാരണമായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷീഈ പേഴ്സണൽ ലോയും സുന്നി പേഴ്സണൽ ലോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പോലും ഭരണകൂടങ്ങൾ അവരുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുന്ന ഒരു സാഹചര്യവും കൂടിയാണ് എന്നതും കൂടി പരാമർശിക്കുമ്പോഴാണ് മുസ്ലിം പേഴ്സണൽ ലോ എന്നത് ഇന്ത്യയിൽ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.